അതെ, എൻ്റെ ജന്മദിനാണ് നാളെ ജൂൺ 15-ാം തീയതി. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റ് തന്നപ്പം അതിങ്ങനെ ഓരോ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തപ്പോൾ ഒന്ന് രണ്ടാൾക്കാരായി റിക്വസ്റ്റ് ചെയ്യുന്നത് അത് ഒറ്റ വീഡിയോ ആക്കിയിട്ടായിരിക്കും ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒറ്റ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാന്ന്. കുറച്ച് ലേറ്റ് ആക്കിയിട്ടാണ് കണ്ണ് ഉറക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഏറ്റവും സ്പെഷ്യലും ഏറ്റവും മതിപ്പുമുള്ള സാധനം ഇതാണ്. എൻ്റെ കൈമലായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ മലബാർ ഗോൾഡിൻ്റെ ബോക്സിൽ ഇട്ടു എന്നേ ഉള്ളൂ. ഇതാണ് ആ റിങ്. എന്ന് പറയുന്നത് സലീം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന റിങ്. ഇതാണ് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും സ്പെഷ്യലും ഏറ്റവും എക്സ്പെൻസീവുമായിട്ടുള്ള ഗിഫ്റ്റ്. എന്തോ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത് എൻ്റെ കൈമലായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രം ഇത് ഊരിഞ്ഞുള്ളേ. പിന്നെ രണ്ടാമത് എൻ്റെ ഒരു ബ്രദർ ഉണ്ട്. സ്വന്തം ബ്രദർ അല്ല കേട്ടോ, ഫോട്ടോ മേടിച്ച് പിന്നെ എൻ്റെ കൂടെ പിറപ്പായ ഒരാളുണ്ട്. ഞാൻ ജസ്റ്റ് ട്രയലിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. അപ്പൊ അവൻ മേടിച്ചു തന്നതാണ് ഈ ഒരു ചുരിദാർ സെറ്റ്. ഈ ഒരു ചുരിദാർ സെറ്റ് 3XL എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വേക്കോട്ട് നിൽക്കണം, അപ്പൊ സൗണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് കൊടുക്കേണ്ടി വരും. അതാണ് സംഭവം. ഈ ചുരിദാറിന് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാല് എനിക്ക് വേറൊരാള് എനിക്ക് പൈസ അയച്ചു തന്നിട്ട് എന്നോട് പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. ഡ്രസ്സ് എടുക്കാൻ ഞാൻ ഷോപ്പ് കയറിയ സമയത്ത് അരുണ് വിളിച്ചു പറഞ്ഞു വേറൊരു ഡ്രസ്സ് കൂടി നീ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാന്ന് ചോദിച്ചു. നിനക്കാണെന്ന് പറഞ്ഞു. ആര് മേടിച്ചു തരാന്ന് ചോദിച്ചു. അത് നീ അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റൂല, എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഒന്നിട്ടും പറയുന്നില്ല ആരാണ് എന്നുള്ളത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് പിടിക്കാത്ത എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. എനിക്ക് പിടിക്കാത്ത ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് മേടിച്ചെന്നാൽ ഞാൻ സ്പോട്ടിൽ ഞാൻ കയറിക്കാളൂ. എനിക്ക് എന്താ പറയാ ഗിഫ്റ്റ് അല്ലേ എന്നൊന്നും ഞാൻ നോക്കൂല. എനിക്ക് എന്തെങ്കിലും അവർ ഏതെങ്കിലും രീതിയിൽ വിഷമം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു സാധനവും ഞാൻ മേടിക്കൂല. അപ്പൊ എനിക്ക് പ്രോമിസ് ചെയ്തു നിന്നൊരിക്കലും വിഷമം തട്ടിക്കുകയോ നിനക്ക് ഇഷ്ടപ്പെടാത്തതോ അങ്ങനെ ഒന്നും അല്ല ആള് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സാധനം എടുത്തു. ബസ് ഇറങ്ങി വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞാലാണ് ഈ ആള് വിളിക്കുന്നത്. എൻ്റെ സ്വന്തം ബ്രദറാണ്. സ്വന്തം എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു അമ്മയുടെ വയറ്റിൽ പിറന്ന ആൾക്കാരല്ല കേട്ടോ. എന്നാൽ പോലും ചിലപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നാൽ പോലും ഇങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയാ ഒരാങ്ങളെയും പെങ്ങളുമായിട്ട് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രക്ക് എന്താ പറയാ എൻ്റെ മച്ചനും എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് അവൻ മേടിച്ചതാണ്. ഇതിന് ഒരു പാൻറ്റും ജസ്റ്റ് ഒരു പ്ലെയിൻ ഷാളുമാണ് കേട്ടോ ഉള്ളത്. നല്ല ലെങ്ത്തിന്റെ ഷാൾ നോക്കാം. ഈ കളർ എനിക്ക് ഒരുപാടുണ്ട്. രസം വേറെ ഞാൻ കാണിച്ചുതരാം. ഇതേ സെയിം കളറിൽ വേറെ ഒന്നുകൂടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല വേറൊരാള് എനിക്ക് പൈസ അയച്ചു തന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അതെടുത്തത് ഈ ഒരു ചുരിദാറാണ്. ഈ ഒരു ചുരിദാർ ചിലപ്പോൾ കാണുമ്പോൾ പലരും വിചാരിക്കും പഴയ മോഡലൊക്കെയാണ് എന്നുള്ളതൊക്കെ ചിന്തിക്കും. അപ്പൊ ബർത്ത്ഡേക്കല്ലേ 2 വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തതാണ്. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഭംഗി. ഞാൻ ഇതിന്റെ റീല് ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റുമെങ്കിൽ കണ്ടോളൂ കേട്ടോ. അപ്പൊ ഞാനത് അന്ന് അവിടെ എടുക്കാതെ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പം തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി. രണ്ടാമത്തത് മുദ്ര മാറ്റണ്ട് കേട്ടോ. ചെറിയ കളർ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഇതെന്റെ ഷാളാണ്. അടുത്തത് അതേപോലെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ജസ്റ്റ് ഒരു ഡ്രസ്സ് ട്രയൽ ഇട്ട് നോക്കി ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനെടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇതേ കോള് വരുന്നു എൻ്റെ നേരെ സിസ്റ്റർ. ഇത് ബാക്കിയാലും ഫോട്ടോ മേടിച്ചതും അല്ലെങ്കിലും ഒരു ഉമ്മയുടെ വയറ്റിലല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഉമ്മാന്റെ വയറ്റിൽ പറഞ്ഞ എൻ്റെ മൂത്ത എൻ്റെ സ്വന്തം
സിസ്റ്ററും. അപ്പൊ അവള് പറഞ്ഞു ആ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് അരുൺ ഇങ്ങനെ കൈ പൊക്കുമ്പം വയറ് കാണുന്നു എന്ന് പറയുന്നത്, അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനുള്ള സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്, നീ അത് വേഗം പോയിട്ട് ഓടിച്ചാടി പോയി എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതാണ് ഈ ഒരു സ്കേർട്ടും ടോപ്പും. എന്നുവെച്ചാല് ഉള്ളിൽ ബ്ലാക്ക് കളർ. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഈ ബർത്ത്ഡേൻ്റെ അന്ന് ഇടാനുള്ള ഫോട്ടോസൊക്കെ ഇതിന്മേലാണ് ഇട്ടത്. ഇത് അലക്കാനുള്ളതാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു എന്നേ ഉള്ളൂ. ഇനി ലാസ്റ്റ് വൺ, മൈ സ്പെഷ്യൽ വൺ. സ്പെഷ്യൽ വൺ എന്ന് വെച്ചാൽ എൻ്റെ അന്നേട്ടെ നിക്കി മേടിച്ചു തന്ന ഞാൻ സ്വന്തം ചുരിദാർ. ഇതെന്ന് വെച്ചാല് അവിടുന്ന് ട്രയൽ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനങ്ങനെ മഞ്ഞ കളർ അങ്ങനെ എടുക്കാറില്ല, പക്ഷെ ട്രയൽ ഇട്ടപ്പം എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അതിനെക്കാട്ടിലും ഭംഗിയാണ് ഇതിൻ്റെ ദുപ്പട്ടയും കൂടി വരുന്ന സമയത്ത്. അപ്പോൾ കോട്ടൺ ആണ്. അപ്പം അന്നേട്ടായി ഇങ്ങെടുത്തോളൂ എന്ന് പറഞ്ഞപ്പം ഞാനിങ്ങെടുത്തു, ഞാനിങ്ങ് കൊണ്ടുവന്നു. അതാണ് സംഭവം. അപ്പൊ ഇതാണ് ലാസ്റ്റ്. ആയി വരിക്കുന്നതാ. പിന്നെ ഇത് അതിന്റെ പാൻ്റാണ്. ഇനിയിപ്പോ ലാസ്റ്റ് എന്ന് വെച്ചാല് ഇത് എനിക്ക് ആരും മേടിച്ചു തന്നതല്ല, ഇതിന് മുമ്പേ എൻ്റെ ഇവിടെ തന്നെ ഉള്ളതായിരുന്നു. പുതിയ സാധനം തന്നെയാട്ടോ, ഇതുവരെ യൂസ് ചെയ്തില്ല. മിണ്ടാണ്ട് നിൽക്കുന്നതായേ. അപ്പം നാളെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പുതിയതിട്ട് പോകണല്ലോ. അപ്പൊ ഇതിനു മുമ്പേ ഞാൻ ഇവിടെ മേടിച്ചു വെച്ച ധാവണി ഉണ്ട്. ധാവണി 3 ധാവണി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ്. അപ്പം അഥവാ മഴയൊന്നുമില്ലേ, നല്ല ചൂടൊക്കെ ആയിരിക്കുമല്ലോ, നല്ല കോട്ടന്റെ ധാവണിയാണ്. അപ്പൊ അതെ, ഇതാണ് ബ്ലൗസ് വരുന്നത്. ദുപ്പട്ട ഇതാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ധാവണി ഉടുത്തിട്ട് നാളെ കണ്ണനെ കാണാൻ പോവാമെന്നുള്ളത്. പിന്നെ എനിക്ക് ഗിഫ്റ്റ് ആ ഒരു സാധനത്തിന്റെ ഒറ്റ മിനിറ്റ്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ ഡ്രസ്സോ വേറെ എന്തെങ്കിലോ ഒന്നുമല്ല. എനിക്ക് ഏകദേശം ഒരു 6 വർഷമായി മുടങ്ങാതെ കിട്ടുന്നൊരു ഗിഫ്റ്റ്. മുടങ്ങാതെ കിട്ടുന്ന ഒരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ മുടങ്ങാതെ കിട്ടുന്നൊരു ഗിഫ്റ്റ്. എല്ലാ വർഷവും ജൂൺ 14-ാം തീയതി കറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ പൈസ വീണിരിക്കും. ആ പൈസ എന്തിനാന്ന് ചോദിച്ചാൽ ഡയറി മിൽക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡയറി മിൽക്ക്. ഞാൻ തിന്നുന്നൊരു സംഭവമാണ് ഡയറി മിൽക്ക്. പക്ഷെ ഈ മൈഗ്രൈൻ്റെ ഒരു വിഷയം വന്നതിന് ശേഷം ഡയറി മിൽക്ക് കഴിക്കാറായിട്ട്. ഇത് 2 എല്ലാവരും കേട്ടോ മേടിച്ച് തരല്. ഞാൻ പറഞ്ഞു ഏട്ടാ മൈഗ്രൈൻ ആയതുകൊണ്ട് ഞാനിപ്പം ഡയറി മിൽക്ക് കഴിക്കുന്നില്ല, അപ്പോൾ ഞാൻ പിള്ളേർക്ക് ഞാൻ മേടിച്ചു കൊടുത്തോളാം, ഞാൻ കഴിച്ചാലും പിള്ളേർ കഴിച്ചാലും ഒക്കെ കണക്കല്ലേ, അതുകൊണ്ട് പിള്ളേർക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് വേണ്ടി മേടിച്ച ഡയറി മിൽക്കാണ്. ഇതെനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം എല്ലാ വർഷവും ഇതും ഞാനൊരു റെഡ് ചുരിദാറൊക്കെ കാണിച്ചത്, അതൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ സ്ഥിരമായിട്ട് എൻ്റെ പിറന്നാളിന് എനിക്ക് അയച്ചു തരുന്ന ആൾക്കാരാണ്. ആൾക്കാരുടെ പേര് വെറുതെ ഞാൻ പറഞ്ഞിട്ട് അവരെ ഏറെക്കേറ്റണ്ടെന്ന് എഴുതിയിട്ടാട്ടോ. ഉണ്ടാതിരുന്നായേ. അപ്പൊ അങ്ങനെയാണ് ഇതും. ഇനിയിപ്പോൾ ആരോ ഗിഫ്റ്റ് തരുമോ എന്നില്ല എനിക്കറിയില്ല, തന്നാൽ ഞാൻ കാണിച്ചു തരും, അത്രേ ഉള്ളൂ. അപ്പം ഈ വർഷത്തെ എൻ്റെ ഗിഫ്റ്റുകൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ കുറച്ച് കാണിക്കാണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുക എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും ബൈ കഴിഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ടാറ്റാ.